നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ലീഗിനെ പിന്തുണച്ചുവെന്ന SDPI താനൂരിൽ അബ്ദുറഹ്മാന് പിന്തുണ നൽകിയിരുന്നു. നേമത്ത് വി ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുകയും പരസ്യമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വോട്ട് വേണ്ട എന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നില്ല എന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞു. മഞ്ചേശ്വരത്ത് നമ്മൾ ലീഗിനല്ലേ പിന്തുണച്ചത്? അവിടെ മഞ്ചേശ്വരത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ SDPI ഏറ്റവും കൂടുതൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞങ്ങൾ അങ്ങേയറ്റം ദ്രോഹിക്കുന്നൊരു പാർട്ടിയാണ് ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ. ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ SDPIക്ക് വോട്ടുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം. നല്ല പേരുള്ള നല്ല ഗ്രാസ് റൂട്ട് ലെവലിൽ ഘടകങ്ങളുള്ള ഒരു പാർട്ടിയാണ് മഞ്ചേശ്വരത്ത് SDPI. പക്ഷേ ഞങ്ങൾ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനാണ് വോട്ട് ചെയ്തത്. അപ്പോൾ അതൊരു കേരളത്തിൽ മൊത്തമുള്ളൊരു രാഷ്ട്രീയ സഖ്യമല്ല. ഓരോ മണ്ഡലത്തിലും അനുസൃതമായ തീരുമാനം ഉണ്ടാവും. അതിപ്പോൾ നേമത്ത് ശിവൻകുട്ടിക്കും നമ്മൾ പിന്തുണച്ചല്ലോ. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഞങ്ങൾ പരസ്യമായി പറഞ്ഞിരുന്നു, ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നന്നായി വർക്ക് ചെയ്തിരുന്നു ശിവൻകുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് സ്ഥാനാർത്ഥികൾ വിചാരിച്ചാൽ സ്ഥാനാർത്ഥി എല്ലാവരും വോട്ട് ചോദിക്കും. അതുപോലെ നമ്മളോട് വോട്ട് ചോദിച്ചിരുന്നു നമുക്ക്. അപ്പോൾ അതിൽ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വോട്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ. അത്രയേ ഉള്ളൂ. വിവരങ്ങളുമായി അഷ്കർ അലി. അഷ്കർ, ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണയിൽ ജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ആവർത്തിച്ച് CPM ഉന്നയിച്ചിരുന്നത്. അപ്പോൾ CPMൽ ആരെയൊക്കെ പിന്തുണച്ചു എന്നുള്ള കാര്യം വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം. ഇപ്പോൾ ശിവൻകുട്ടിയെ പിന്തുണച്ചു, ആ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പരസ്യമായൊരു പ്രഖ്യാപനത്തിലേക്ക് പോയിരുന്നു. CPMമായി ഒരു ചർച്ച നടത്തിയിരുന്നു, ഞങ്ങളിതാ പിന്തുണയ്ക്കാൻ പോകുന്നു എന്ന് അറിയിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടോ അഷ്കർ? സ്മൃതി, പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഇന്നും SDPI തയ്യാറായിട്ടില്ല. പക്ഷേ ഒളിച്ചും തെളിഞ്ഞുമൊക്കെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ചില കാര്യങ്ങൾക്ക് SDPIക്ക് ഇന്ന് വെളിപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം പറഞ്ഞത് അഥവാ താനൂരിലെ പിന്തുണയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഞ്ചേശ്വരത്തെ പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചും മറിച്ചും മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ മഞ്ചേശ്വരത്ത് കൃത്യമായി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള AK അഷ്റഫുമായി കൃത്യമായ ഒരു ചർച്ച നടന്നിരുന്നു എന്ന് SDPI തുറന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലൊരു ചർച്ച നടന്നിരുന്നു. മഞ്ചേശ്വരത്ത് SDPIയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കുള്ളൊരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരത്തേത്. അങ്ങനെയുള്ള മഞ്ചേശ്വരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ തങ്ങളെ തോൽപ്പിക്കാൻ കൂടുതൽ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗാണ്. പക്ഷേ അവിടെ ഞങ്ങൾ കൃത്യമായി BJPക്കെതിരായ ഒരു നിലപാടിൻ്റെ ഭാഗമായി മഞ്ചേശ്വരത്ത് AK അഷ്റഫിനെ ഞങ്ങൾ പിന്തുണച്ചു, അല്ലെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു എന്നുള്ള പരസ്യ പ്രസ്താവനയാണ് SDPI നടത്തിയത്. അതേപോലെ തന്നെ നേമത്ത് വി ശിവൻകുട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വി ശിവൻകുട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, തങ്ങൾ പരസ്യമായി ശിവൻകുട്ടിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിലും തങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടില്ല. ശിവൻകുട്ടി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള ശിവൻകുട്ടിക്ക് വേണ്ടി നേമത്ത് സജീവമായി പ്രവർത്തിച്ചു. നേമത്ത് വിജയിക്കുന്നതിൽ തങ്ങളുടെ പങ്ക് കൂടിയുണ്ട് എന്നാണ് SDPI വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ മത്സരത്തിൽ അബ്ദുറഹ്മാൻ ഒരു പൊതു പിന്തുണ ഉണ്ടായിരുന്നു. ആ പൊതു പിന്തുണയുടെ ഭാഗമായി SDPIയും SDPIയുടെ വോട്ടുകളും ഉണ്ടായിരുന്നു എന്നും ഇന്ന് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള CPA ലത്തീഫാണ് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. നേരത്തെ തന്നെ പരസ്പരം UDF ആണെങ്കിലും LDF ആണെങ്കിലും SDPI ബാന്ധവത്തിൻ്റെ പേരിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, വലിയ ആരോപണ ശരങ്ങൾ പരസ്പരം ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം അത് ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം CPMൻ്റെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും സമാനമായ ആരോപണമാണ് ഇപ്പോൾ CPM ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. താനൂരിൽ നടന്ന മലപ്പുറം ജില്ലാ സമ്മേളനത്തിലും മുഖ്യമന്ത്രി അടക്കം മുസ്ലിം ലീഗിനെ ഇത്തരത്തിലുള്ള തീവ്ര ശക്തികൾ വിഴുങ്ങാൻ പോകുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചത്. പക്ഷേ അത്തരം ആരോപണവുമായി CPM നിലപാട് ഘടിപ്പിക്കുമ്പോൾ തന്നെയാണ് CPMൻ്റെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയെയും തങ്ങൾ പിന്തുണച്ചു എന്നുള്ള പരസ്യ പ്രസ്താവന ഇന്നിപ്പോൾ SDPI നടത്തുന്നത്. സമാനമായ രീതിയിൽ തന്നെ ലീഗിനെതിരെയുള്ള ആരോപണമായിക്കൊണ്ട് മഞ്ചേശ്വരത്ത് AK അഷ്റഫിനെ, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന നിലവിൽ MLA ആയിട്ടുള്ള AK അഷ്റഫിനെ പിന്തുണച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ SDPI നടത്തുന്നത്. ഒരേ സമയം തന്നെ UDFനെയും LDFനെയും പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ പ്രസ്താവനകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. SDPI അന്ന് ഒരു ഘട്ടത്തിൽ പോലും വി ശിവൻകുട്ടി തള്ളി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ SDPIയുടെ വോട്ട് വേണ്ട എന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടില്ല എന്ന് SDPI നേതൃത്വം, SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് തന്നെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറയുന്നു. സമാനമായ രീതിയിൽ തന്നെ മഞ്ചേശ്വരത്ത് ഈ ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള AK അഷ്റഫുമായി ധാരണ ഉണ്ടായിരുന്നു, AK അഷ്റഫിന് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ള കാര്യം SDPI വെളിപ്പെടുത്തുന്നു. ഇനി ഇതിനെല്ലാം മറുപടി പറയേണ്ടത് CPM നേതൃത്വം, ലീഗ് നേതൃത്വമാണ്. മന്ത്രി വി അബ്ദുറഹ്മാനും വി ശിവൻകുട്ടിയും AK അഷ്റഫും മറുപടി പറയേണ്ട രീതിയിലേക്ക് തന്നെ SDPI ബാന്ധവത്തിന്റെ വെളിപ്പെടുത്തലാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് നടത്തിയിരിക്കുന്നത്. തീവ്രവാദികളുടെ വോട്ട് വാങ്ങുന്നു എന്നുള്ളത് ആവർത്തിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്.
തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷവും കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്ന ഒരു കാര്യമാണ് അത്. ഇപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടും രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ ഇതേ ആരോപണം CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നും പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്ന് പോലും വന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ വലിയ വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ CPM-നെതിരെ ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ SDPയെ തന്നെ ഞങ്ങളിതാ പിന്തുണച്ചു എന്നതിന്റെ തെളിവുമായി വരുന്നു. ഇതിൽ പ്രാദേശികമായി അവിടുത്തെ CPM നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടോ? അഷ്കർ, നേരത്തെ മന്ത്രി അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ആരോപണമല്ല ഇങ്ങനെ ഒരു പ്രതികരണം വന്ന ഘട്ടത്തിൽ അത് തള്ളാതെ ഉള്ളൊരു മറുപടിയല്ലേ അദ്ദേഹം ബുദ്ധിപൂർവ്വം നടത്തിയത്? എല്ലാവരും പിന്തുണച്ചു എന്നൊരു പ്രത്യേക മറുപടിയല്ലേ അദ്ദേഹം നൽകിയത്? സ്മൃതി, താനൂരിലെ വിഷയം തന്നെയാണ്, അല്ലെങ്കിൽ താനൂരിലുള്ള പൊതുപിന്തുണ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇത് വിവാദമാവുന്നത്. പ്രത്യേകിച്ച് വിജയരാഘവന്റെ ഒരു പരാമർശത്തെ അബ്ദുറഹ്മാൻ പിന്തുണച്ചതോടെയാണ് വന്ന വഴി മറക്കരുത് മന്ത്രി അബ്ദുറഹ്മാൻ എന്ന പേരിൽ SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കുകയും ഇല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞ മന്ത്രി അബ്ദുറഹ്മാൻ ഒരു ഘട്ടത്തിലും SDPIയുടെ പേരെടുത്ത് പറയാനോ SDPIയുടെ പിന്തുണ താൻ വാങ്ങിയിട്ടില്ല എന്ന് പരസ്യമായി പറയാനോ തയ്യാറായില്ല. SDPIയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അബ്ദുറഹ്മാൻ സ്വീകരിച്ചത്. അതിനുശേഷം SDPI നേതാക്കളുടെ പ്രതികരണം നമ്മൾ തേടിയപ്പോഴും സമാന നിലപാടാണ് SDPI സ്വീകരിച്ചത്. പിന്നീട് പരസ്യമായി അബ്ദുറഹ്മാൻ തള്ളി പറയാനോ ഇല്ലെങ്കിൽ അബ്ദുറഹ്മാനെ ഞങ്ങൾ പിന്തുണച്ചു എന്ന് പറഞ്ഞ ഒരു പ്രതികരണത്തിലൂടെ അബ്ദുറഹ്മാനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനോ SDPI നേതൃത്വം തയ്യാറായിരുന്നില്ല. കൃത്യമായൊരു ഡീൽ നടന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വിഭാഗത്തിന്റെ പ്രതികരണം. ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി അബ്ദുറഹ്മാനെ പിന്തുണച്ചു എന്ന ചോദ്യത്തിന് ഒരു ഒളിച്ചുള്ള മറുപടിയാണ് SDPI നേതൃത്വം നടത്തിയത്. അബ്ദുറഹ്മാന് താനൂരിൽ ഒരു പൊതു പിന്തുണ ഉണ്ടായിരുന്നു, പല ആളുകളുടെയും പിന്തുണ ഉണ്ടായിരുന്നു. ആ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിൽ SDPIയുടെ പിന്തുണയും ആ പൊതു പിന്തുണ ഉൾപ്പെട്ടിരുന്നു എന്ന് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് വ്യക്തമാക്കി. അതേപോലെ SDPIക്കെതിരെ അല്ലെങ്കിൽ SDPIയുടെ പേരിൽ UDF-നെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് ഈ ഘട്ടത്തിൽ LDF-ഉം CPM-ഉമാണ്. CPM-ന്റെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും അവസാന സമ്മേളനത്തിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ UDF-നെ വിമർശിച്ചിരുന്നതും ഇതേ ആരോപണം ഉന്നയിച്ചാണ്. പക്ഷേ ആ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ തങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ശിവൻകുട്ടി വിജയിച്ചത്, ഇല്ലെങ്കിൽ തങ്ങളുടെ വോട്ട് വേണ്ട എന്ന് ശിവൻകുട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല. തങ്ങൾ ശിവൻകുട്ടിക്ക് വേണ്ടി പരസ്യ ക്യാമ്പയിൻ നടത്തിയിരുന്നു എന്ന് SDPI വിളിച്ചു പറയുന്നത്.